ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 14-ാം വാർഡിലെ 36-42 ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച 8 വോട്ടുകൾ ആരോ മാറ്റി ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. അത് പിന്നെ സഖാവ് അവിടെ ഇരിക്ക്. പാർട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം, അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല വേണ്ടത്. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം. എന്നെപ്പോലെ കല്യാണം കഴിക്കാൻ പെണ്ണും കിട്ടാത്ത ചെറുപ്പക്കാരുടെ നീർന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം. ഒരു കമ്മ്യൂണിസ്റ്റ് മാട്രിമോണി തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ചൈന എന്നോ കൊറിയെന്നോ പെണ്ണുങ്ങൾ ഇറക്കണം. അങ്ങനെയാണെങ്കിൽ പട്ടായെന്ന് കുറച്ച് പിള്ളേരൊക്കെ മസാജിങ് നടക്കല്ലോ. സഖാ തൽക്കാലം അവിടെ ഇരിക്കുക. ഇവിടെ പെണ്ണ് കെട്ടിയൊരു പ്രശ്നം ആയി തീരുമാനമാവട്ടെ കേട്ടാ. ഈ പരിപ്പോടൊക്കൊന്നും പണ്ടത്തെ പോലത്തെ ടേസ്റ്റ് ഇല്ലല്ലേ. അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേർ പോകുന്നുണ്ട്. ഇവിടെ ദിനേശ് മാഷും കൂടെ പോട്ടെ, ഏതെങ്കിലും എഴുത്തുകൂത്തിനൊക്കെ വേണ്ടിയിട്ടേ. അല്ല, ദിനേശൻ പോയാലെങ്ങനെയാ? അപ്പൊ നാളെ എസ് എൻ കോളേജിലെ NSS കുട്ടികൾ വരുമ്പോൾ ഓരോ കാര്യം ആര് നോക്കും? തൽക്കാലം ഇന്ത്യൻ മാനേജ് ചെയ്യ്. ഗിരി സജ്ജക്കണ്ടല്ലേ ഇവിടെ. എന്താ ഗിരി? ആയിക്കോട്ടെ. അപ്പൊ തന്നെ പിരിയാം. അപ്പൊ ദിനേശ, നാളെ കാണാം. ഇന്നത്തെ മിനിറ്റ്സ് നീ ഇന്ന് നാളെ പാർട്ടി ഓഫീസിൽ വെച്ച് കേട്ടാ. എടുക്കണോ? ദിനേശേട്ടൻ ലേറ്റ് ആയിന് കുറച്ച്. അല്ല, മീറ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിന്? ഇപ്രാവശ്യം ഇവിടെ തന്നെ ആയിരിക്കും. ആണോ? നമ്മുടെ KVG അല്ലേ ട്രഷർ. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പണിയായല്ലോ. ഗിരി അവിടെ വണ്ടി പോണ കണ്ടില്ലല്ലോ. ചിലപ്പോൾ അവനും കേക്ക് കൂടി വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് പണിയുണ്ടായിട്ട് ഞാനൊക്കെ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചടാ. ഇലക്ട്രിക് ബോംബ് നല്ലല്ലേ? നന്നായിട്ടുണ്ട്. ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിൽ നിന്ന് നോക്കി കണ്ടു പഠിച്ചതാ. എങ്ങനെയുണ്ട്? കണ്ടുപോയാ? ഇതെന്താ പെട്ടെന്നൊരു കറണ്ട് പോക്ക്? ഞാൻ ഇലക്ട്രിക് ബോംബ് അവിടെ ചാർജിൽ വെച്ചിനല്ലോ. ഇനിയിപ്പോൾ അത് വല്ലതാണോ? ഞാനിപ്പോൾ വരാം കേട്ടോ. ശരി എന്നാ. ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടാ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മോനാ ദിനേശൻ. NSSന്റെ കുട്ടികളാ. ഇന്ദു ഉണ്ടാക്കിയ. ഈ ഇപ്പൊ എങ്ങടെ പോണ്? അവിടെ നിറച്ച് പെൺകുട്ടികളാ. ഈ പുറത്തുനിന്ന് കുളിച്ചാ മതി. തോർത്തി ഞാൻ എടുത്തോണ്ട് വരാം. ഇന്ന് കോലായിൽ കിടക്കേണ്ടി വരും കേട്ടാ. ഗിരി വന്നല്ലോ. ആ വന്നാ ഉണ്ടാവുമ്മ. ആ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ അങ്ങാടി കൂടെ വന്നപ്പോ കണ്ടില്ലല്ലോ. ഞങ്ങളവിടെ സ്കൂളിലുണ്ടായിരുന്നു. ഈ എന്താ ലേറ്റ് ആയത്? നിങ്ങളെന്താ ലേറ്റ് ആയത്? ഞാൻ ഇപ്പം എത്തിയുള്ളൂ. NSSന്റെ പിള്ളേർ പറഞ്ഞാൽ ലേറ്റ് ആയിട്ടോ. ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി, പെൺകുട്ടികളെല്ലാം 5-6 വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് കുട്ടികൾ. എല്ലാം നമ്മുടെ ഇന്ദുവിന്റെ പ്ലാനാ. ആ ഇന്ദു സഖാവിന്റെ അടുത്ത് കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ. ഒരു 5 എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അത് ചെയ്തില്ല. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. എന്തേ പുള്ളയിക്കില്ല ഇവിടെ? പേടി ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം. ആർക്ക്? അല്ല ഇവന്. അത്ര പേടിയൊന്നുമില്ല. എന്താ ഇത്ര സ്നേഹം പെട്ടെന്ന്? ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണ്. ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം. രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റിങ്ങിന് പോകും. അതായിരിക്കും പേടിയുണ്ട്. വീഡിയോ കോൾ വരുന്നുണ്ട്. വീഡിയോ കോൾ. NSSന്റെ കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുറച്ചു പേരെ എന്റെ വീട്ടിലേക്ക് വിട്ടോ. അയ്യോ, അത് മാഷ്ക്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ കുറച്ച് ആൺകുട്ടികളുണ്ട്. ഓരോ മാഷ വീട്ടിലേക്ക് വിടാം. ഫോണിലെ ചാർജ് പോയി. ആൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് ചാർജ് ഇല്ലാത്ത ഫോണായിട്ട് ഇറങ്ങും. എന്നാ ഞാൻ പോട്ടെ. ശരി. അപ്പൊ ഞാൻ ഗിരിനെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരണമെന്നില്ല, വരും. പതുക്കെ വന്നാൽ മതി. അല്ല ഗിരിയെ, മാഷ വീട് ഇങ്ങോട്ടല്ലേ?
വെറുതെ ഇരിക്കൊക്കെ. സുഹൃത്തുക്കളെ, ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല, നിങ്ങൾ തന്നു, ഞാൻ കൈ നീട്ടി സ്വീകരിച്ചു. ഇൻക്ലാബ് 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 സിന്ദാബാദ്. എടാ, അർജന്റായിട്ട് തിരുവനന്തപുരത്തെത്തണം. വെച്ചിട്ട് പോയപ്പോരെ. ഇൻഡിഗോ ഇപ്പോൾ ലാൻഡ് ചെയ്യും. എവിടെ വാടോ ഇൻഡിഗോ. ഗോപാലക പാഹി മാം അനീശം രഥമയി ഗോപാലക പാഹി മാം അനീശം പദരഥമയി ഗോപാലക പാഹി മാം ഇതിപ്പോ ഏതാ അമ്പലം? അമ്പലത്തിലാണ് ഞാൻ കിടന്നത്. പദരഥമയി ഗോപാലക പാഹി മാം അനീശം രഥമയി ഗോപാലക പാഹി മാം അനീശം പദരഥമയി ഗോപാലക പാഹി മാം അനീശം തവ പദരഥമയി ഗോപാലക പാഹി അതമ്മ കുട്ടിയോള് റേഡിയോ വെച്ചതാണേ. മീൻകറി എളുപ്പത്തിരിക്കണ്ട്. അമ്മ അതൊന്ന് നോക്കോ. പുതുമ. ആഹാ, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഉണ്ടാവുമായിരിക്കില്ലേ? എന്റെ ഡ്രസ് അടിപൊളി. നമുക്ക് മനുവിനോട് പറഞ്ഞു നാളെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഇന്നത്തെ പോലെ ലേറ്റ് ആയി പോറ്. ശ്രദ്ധിച്ചു പോണേ. അയ്യോ, NSS ക്യാമ്പ് ഉണ്ട്, മറന്നുപോയി. പോട്ടെ, ഞാനുണ്ട്. നേരത്തെ മേക്കപ്പെല്ലാം പോയണേ. കുട്ടികളൊക്കെ നല്ല വർക്കാണല്ലോ. മിടുക്കന്മാരാ. സൈറ്റിൽ പണിക്കാർ കുറവാ. ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റിയാലോ? എടാ, ദിനേശന്റെ വീട്ടിൽ ഒരു 5 പെൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് മാറ്റി. ഇയല്ലേ പറഞ്ഞ പെർഫോമൻസ് പോരാന്ന്. 5 പെമ്പിളേരെടുത്താ? അതല്ല, കുറെ PSC എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ഞാൻ കിരിയേട്ടോട് പറയട്ടെ? വേണ്ട, ഞാൻ PSC എഴുതുന്നില്ല, എനിക്ക് ജോലി വേണ്ട. പോരെ? എടാ, സൈഡ് ഒന്ന് ചെട്ടി വാരി അങ്ങോട്ട് ഇട്ടേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഈടെ ഈടെ ഈടെ. ഏടെയാണ് ദിനേശ, കാണാനില്ലല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്തില്ലേ. ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. വാ, നിന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താനുണ്ടോ? സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ദിനേശ് മാഷ്, നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാ കേട്ടോ. ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹം. പിന്നെ കടുത്ത സഖാവാണ്, സഹൃദയനാണ്, ഒപ്പം നല്ല കലാകാരൻ. ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പോയി പണിയെടുത്തോ. എന്താ ഇതിലൊന്നും താല്പര്യമില്ലേ?
ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പോൾ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അതിനത് പാട്ടല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ആഹാ. പ്രാർത്ഥനയായിരുന്നല്ലേ? ശരി. ചേച്ചി, ഇനി ഇന്ന് എന്തെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ? നീ ഇന്നലെ ഹാക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ. ചേച്ചി നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇതേ, പിന്നെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നു? ഓക്കെ, ഇനി ആ വാട്സപ്പിലെ മുകളില് വലതുഭാഗത്ത് കാണുന്ന 3 കുത്തില്ലേ, അതിന് ഞെക്കുക. ഞെക്ക്. എൻ്റെ ഇതൊരു കുത്തല്ലേ ഉള്ളൂ മോളെ. ഒരു കുത്തോ? ഈ കണ്ണട വെച്ച് നോക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുത്തും കൂടി കാണൂല. ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കും അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ? ആ, ഫേസ്ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശ് മാഷ് പഠിപ്പിച്ചു തരും. എന്താ? നീ പഠിപ്പിക്ക്, നീയല്ലേ അതിൽ എക്സ്പേർട്ട്. ഞാൻ പഠിപ്പിച്ചോളാം മോളെ. ആ, ഈ ഓൺലൈനിലുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കുക എന്തെന്നാ ചെയ്യേണ്ടത്? ആ, അത് ഓഫ്ലൈൻ ആക്കിയോ, ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി കുത്തിരി ഫുൾ ചാറ്റിംഗ് അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യം സമയം വേണ്ടിയല്ലോ കേട്ടോ. ഇതാ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാക്കാം. വയസ്സന്മാർക്ക് ആദ്യം കൊടുക്കണം. ദാ, ഇനി ഭക്ഷണം കഴിച്ചിട്ടാ. കഴിക്കാലോ. അടുത്ത മീറ്റിംഗ് കാണാൻ. ഓ ശരി കേട്ടോ. മറ്റന്നാൾ നീ ഇതേ സമയം വരുന്നുണ്ടോ? കേട്ടോ. അമ്മ നടന്നോ, ഞാൻ വരാം. ഗിരിയെ, ആ ശരി ശരി. ലാൽ സലാം. ഡാ, മീൻചാറ് വേണോ എനിക്ക്? ഷർമോ ഒരു വെറ്റിലേക്ക് എടുത്താ. ഗിരിയെ, ആ ഇഷ്ടമാണെങ്കിലേ നമുക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ? ഏത് കുട്ടീനാ? NSSന്റെ ഇതിന് വന്നില്ലേ, ആ ആ രേണു. അതെന്താ ഷർമ്മക്ക് ഇഷ്ടമായിട്ടില്ല? എന്റെ ഇഷ്ടപ്പെടെ ആര് നോക്കാനാ? ഓന്റെ ഒരു ഇഷ്ടം അങ്ങനെ പിന്നെ മുറുക്കണ്ട കേട്ടോ. അമ്മയും മോനും കൂടി ഓരോന്നുണ്ടാക്കി വെക്കും, എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ ഒരു ചോദ്യം കളിക്കുന്നേ കഥകളി. ഈ അമ്മേന്റെ ഒരു കാര്യല്ലേ. രേണുകേ രേണുകേ നീരാഗരേണുക്കിനാവിന്റെ നീലക്കടമ്പിൽ പരരേണു സാവധാൻ. മുഷ്ടിപ്രഭാത് വിഭാഷക മുഷ്ടിപ്രഹാർ വിഭാഷക मुष्टिप्रहार 2 क्रमशः 1 2 3 स्वस्ति। साथियों विश्राम। ആഹാ, പണി മുഴുവൻ ഞങ്ങൾ എടുത്ത് എന്നിട്ട് വെള്ളം കുടിക്കണ മൂപ്പൻ തീർക്കല്ലേ. ജി ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻ്റാക്കി തുടങ്ങി. നമ്മളിപ്പോഴും പാന്റ് ഇട്ട ഇതിന്റെ ഒരു ഫീൽ കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാൻ്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ല.
ഇത് തന്നെ വീട്. അമ്മോ അസാധ്യ വീടാണല്ലോ. ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വാ കയറി വെക്കാം. വാ നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയൻ്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മോനെ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. ഓ എടാ, നമ്മളെ കൂട്ടത്തിൽ പുറത്തുറിയാൻ കൊള്ളാവുന്ന ഒരു ജോലി ഉള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ടൊരു ചാണകോയി പോയി തല വെക്കുന്നത്? റമ്പൊക്കെ വിടാം. നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ. നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ? വിടറ പിരിയാം. നീയല്ല അഡ്രസ്സ് അപ്പ് പിടിച്ചത്. നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു? എന്റെ ഗിരിയേട്ട, ആ കുട്ടി നമ്മുടെ എതിർ പാർട്ടിക്കാരാന്നുള്ള ഇവനോട് പറയേണ്ട കാര്യം എന്താ? ഓ കഴിക്കുകയാണെ കഴിച്ചോട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ടുക എന്നെ കിട്ടൂല. അവർ നമ്മുടെ വർഗ്ഗശത്രുക്കളാ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ആക്കൂ. നിക്ക്, ഞാനാക്കി തരാം. അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് സിപിക്ക് ഓള് സിപിക്ക്. അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഓന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ? ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി ആടുന്നൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയുന്നത്. എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം? അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKPയുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. ഓൻ പോയി സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അത് ഞാനൊന്നും അമ്പരന്നു. NSS ക്യാമ്പ് വഴിയുള്ള പരിചയമാണ്. ചോദിച്ചപ്പോൾ അവക്കും വലിയ താല്പര്യമാണ്. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഒന്ന് വിളിക്കടാ.